السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. عن عبد الله بن عمرو بن العاص رضي الله عنهما عن النبي صلى الله عليه وسلم. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ കബായിർ, അൽ കബായിർ വൻദോഷങ്ങൾ. അത് ഒന്ന് അൽ ഇസ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. എല്ലാ ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ശിർക്ക്. മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് അർഹതപ്പെട്ട, അള്ളാഹുവാണ് ആരാധനക്കർഹൻ, അള്ളാഹുവാണ് ആരാധനക്കർഹത അള്ളാഹുവിനാണ്. ഈ അർഹത വേറെ ഒരാൾക്ക് കൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മഹാ അക്രമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ പാപം വഅഖൂഖുൽ വാലിദൈൻ, വഅഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കലും അനാദരിക്കലുമാണ്. അള്ളാഹുവിന് ആരാധന ചെയ്യുക എന്ന കൽപ്പനക്ക് തൊട്ടു പിന്നാലെ ഖുർആൻ എപ്പോഴും കൽപ്പിക്കുന്ന കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത്. അതിനാൽ തന്നെ അവരെ വേദനിപ്പിക്കുന്നതും വാക്കാലോ പ്രവർത്തിയാലോ അനാദരിക്കുന്നതും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുന്നതും കടുത്ത മഹാപാപങ്ങളിൽ ഒന്നാണ്. മൂന്നാമത്തെ മഹാപാപം വഖത്ലുൻ നഫ്സ്, വഖത്ലുൻ നഫ്സ്, അന്യായമായ കൊലപാതകമാണത്. അന്യായമായ കൊലപാതകം അല്ലാഹു പവിത്രമാക്കിയ ഒരു മനുഷ്യ ജീവൻ അപഹരിക്കുന്നത് ഇസ്ലാമിൽ കഠിനമായ കുറ്റമാണ്. മറ്റൊരു മഹാപാപം ഏതെന്നറിയോ? വൽയമീനുൽ ഗമൂസ്, അസത്യമായ കാര്യങ്ങൾ സത്യം ചെയ്യലാകുന്നു. അസത്യമായ കാര്യങ്ങൾ സത്യം ചെയ്യുക. അൽ യമീനുൽ ഗമൂസ് എന്നാൽ ഒരാളുടെ അവകാശം തട്ടിയെടുക്കാനോ തെറ്റിമറച്ചു വെക്കാനോ വേണ്ടി അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ വ്യാജമായി സത്യം ചെയ്യുക. അള്ളാഹുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, വല്ലാഹി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? വ്യാജമായ സത്യം ചെയ്യലാണ്. ഖമൂസ് എന്ന വാക്കിന്റെ അർത്ഥം മുക്കിക്കളയുന്നത് എന്നാണ്. അതായത് സത്യത്തെ മുക്കിക്കളയുക. അതല്ലെങ്കിൽ ഈ സത്യം ചെയ്തവൻ ഈ അസത്യം ചെയ്തവനെ അത് നരകാഗ്നിയിൽ മുക്കിക്കളയും. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവാഹുൽ ബുഖാരി, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വീകാര്യവും പ്രാമാണികവുമായ സഹീഹുൽ ബുഖാരിയിലാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. സഹീഹുൽ ബുഖാരി ഈ ഹദീസ് നിവേദനം ചെയ്ത അല്ലാഹുവുമായുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ശിർക്കാണ്. കുടുംബ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. സമൂഹത്തോടുള്ള ഏറ്റവും വലിയ അതിക്രമം എന്ന് പറയുന്നത് അന്യായമായ കൊലപാതകമാണ്. സത്യസന്ധതയ്ക്കും നീതിക്കും എതിരായി ഏറ്റവും വലിയ പാപം വ്യാജ സത്യം ചെയ്യലാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേവലം ദീനെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ച് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിച്ച് അങ്ങനെ എന്തും ചെയ്ത്, ചിലപ്പോ 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ടാവും, ദിക്ർ ചൊല്ലുന്നുണ്ടാവും, സ്വലാത്ത് ചൊല്ലുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇത്തരം വലിയ പാപങ്ങളിൽ ഏർപ്പെടുന്നവനാണോ? നിങ്ങൾ നോക്ക്, അത് ആലോചിക്കേണ്ട കാര്യമാണ്. വളരെ 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 ഗൗരവത്തിൽ ആലോചിക്കേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കളെ മാറ്റി നിർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീന് സമ്പൂർണമല്ല. സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ സത്യം പുലർത്താത്തവൻ, അതേ വ്യാജ സത്യങ്ങളിട്ട് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നവനും യഥാർത്ഥ മുസ്ലിമല്ല, യഥാർത്ഥ വിശ്വാസിയല്ല. എന്ന് പറഞ്ഞ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം? കബായിറുകളിൽ നിന്ന്, വലിയ പാപങ്ങളിൽ നിന്നൊക്കെ അവർ ഒഴിവായി നിൽക്കണം. ഇതൊക്കെ വലിയ വലിയ പാപങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൻ ദോഷങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തെങ്കിലും കാര്യങ്ങൾ ഹാസിലാവാൻ വേണ്ടിയിട്ട് വെറുതെ സത്യം അങ്ങ് ചെയ്തുവിടുക. സത്യം ചെയ്താൽ ചെറിയ കാര്യമല്ല. ഇല്ലാത്ത കാര്യം ചെയ്ത്, ഇല്ലാത്ത കാര്യം പറഞ്ഞ് സത്യം ചെയ്താൽ, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് കഴിഞ്ഞാൽ കഫാറത്ത് കൊടുക്കണം. വെറുതെ അള്ളാണെ 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 ഇടരുത്. വെറുതെ വല്ലാഹി 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 എന്ന് പറയരുത്. വളരെ